നമസ്കാരം. ആനവണ്ടി എന്ന് വിളിക്കുന്ന നമ്മുടെ KSRTC അതൊരു വെള്ളാനയായി നിൽക്കണമെന്നാണ് നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ആഗ്രഹം. അവർക്ക് കൃത്യമായി അറിയാം, ജനങ്ങൾ അവരുടെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ചോളും, അല്ലാത്തവർ ഓട്ടോ പിടിക്കും, അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. KSRTC ഒരു അലങ്കാരമാണ്. ഒരു വകുപ്പ് മന്ത്രിയെ നിശ്ചയിക്കാം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റാം. ഒരു വർഷം KSRTC മെയിൻറ്റെയിൻ ചെയ്യാൻ KSRTCയുടെ തനത് വരുമാനത്തിന് പുറമെ കുറഞ്ഞത് 1500 കോടി രൂപയാണ് ഖജനാവിൽ നിന്നും വകവെച്ച് കൊടുക്കുന്നത്. ശമ്പളം കൊടുക്കാൻ പോലും മാസം തോറും 50 കോടി രൂപ കൊടുക്കും. 1500 കോടി രൂപ. ഒരു വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്ത സർക്കാരാണ് KSRTC എന്ന് പറയുന്ന ഈ വെള്ളാനിക്ക് വേണ്ടി 1500 കോടി രൂപ കൊടുക്കുന്നത്. ഒരു കാരണവശാലും അതിനെ ശരിയാക്കിയെടുക്കാൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ അതിങ്ങനെ നിലനിൽക്കണം. അതൊരു പ്രസ്റ്റീജാണ്. പല ആവശ്യങ്ങളാണ്. ഒന്ന്, പുതിയ പുതിയ ബസ്സുകൾ വാങ്ങുമ്പോൾ കമ്മീഷൻ കിട്ടും. ഒരുമിച്ച് ഒരുപാട് ബസ്സുകൾ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ബസ് കമ്പനി രാഷ്ട്രീയക്കാർക്ക് കമ്മീഷൻ കൊടുക്കും. അത് നിയമപരമായ കൈക്കൂലിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പമ്മിയിരുന്ന് വാങ്ങേണ്ട കാര്യമില്ല, അത് വേറെ രീതിയിൽ കൊടുത്തോളും. അത് കമ്മീഷനാണ്. അവർക്ക് ഓപ്ഷനുണ്ട്. അത് വിദേശ കമ്പനികളുടെ വാങ്ങിയാലും ശരി, ഇവിടെയാണെങ്കിലും ശരി. പിന്നെ ഇതിൻ്റെ സ്പെയർ പാർട്ടുകൾ വാങ്ങുമ്പോഴൊക്കെ കമ്മീഷനുണ്ട്. ഇത് പലതും അടിച്ചു മാറ്റി വിൽക്കാം. എന്തിനേറെ ഇതിൻ്റെ ഡീസൽ പോലും ഊറ്റി വിൽക്കുന്ന സംവിധാനമുണ്ട്. ഡീസൽ പമ്പുകളുണ്ട്. KSRTCക്ക് ഒരുപാട് ബസ് സ്റ്റാൻഡുകളും ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ട്. ഇവിടെയൊക്കെ ലേലം കൊടുക്കുന്നതും ആൾക്കാരെ തിരികെ കയറ്റുന്നതും ഒക്കെ ഒരു വലിയ കച്ചവടമാണ്, വലിയ വെള്ളാനയാണ്. കൂടാതെയാണ് എംപാനൽ ജീവനക്കാർ എന്ന പേരിൽ പാർട്ടിക്കാരെ ജോലിക്ക് കയറ്റാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് സ്വന്തം മണ്ഡലത്തിലൂടെ ഒരു KSRTC കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ച് ബസ് വരാത്ത ലാഭമില്ലാത്ത ഒരു റൂട്ടിലൂടെ ഒരു KSRTC വന്നാൽ പാർട്ടിക്ക് വോട്ട് കിട്ടും. ഇതിലൊക്കെ രസകരമായ കാര്യം, KSRTCയുടെ ഡയറക്ടർ ബോർഡ്, മാനേജ്മെൻറ്റ് ഒന്നാം തരം പാർട്ടിക്കാർ. നമ്മുടെ ഇടുക്കി CPM ജില്ലാ സെക്രട്ടറി വർഗീസിനെ പോലുള്ള ഒന്നാം തരം പാർട്ടിക്കാരാണ് ഇതിൻ്റെ നടത്തിപ്പ്. അങ്ങനെ പാർട്ടികളുടെ ഒരു വെള്ളാനയായി ഇത് മാറിയിരിക്കുന്നു. ഇതിനെ നന്നാക്കിയെടുക്കാൻ സർക്കാരിന് ആഗ്രഹമില്ല. ഇത് പൂട്ടിക്കെട്ടി ഖജനാവിലേക്ക് വകവയ്ക്കാനും സർക്കാരിന് താല്പര്യമില്ല. പലരും പറയാറുണ്ട് KSRTC നന്നാക്കിയെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് പൂട്ടിക്കെട്ടി PSC വഴി ജോലിക്ക് കയറിയ ജീവനക്കാരെ മറ്റ് വകുപ്പുകളിലേക്ക് വിന്യസിക്കുക, അങ്ങനെ ഖജനാവിനെ രക്ഷിക്കുക എന്ന് പറയാറുണ്ട്. പക്ഷേ സർക്കാർ അതിന് തയ്യാറല്ല. പക്ഷേ ഇടയ്ക്കിടെ ഇത് നന്നാവുന്ന ചില ലക്ഷണങ്ങൾ വരും. ജനങ്ങൾക്കൊരു ആത്മബന്ധമുള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വകാര്യ വാഹനങ്ങളെക്കാൾ ജനങ്ങൾ പ്രിഫർ ചെയ്യുന്നത് KSRTC വാഹനങ്ങൾ യാത്ര ചെയ്യാനാണ്. ഒരേ റൂട്ടിൽ KSRTCയും സ്വകാര്യ വാഹനവും ഉണ്ടെങ്കിൽ ജനങ്ങൾ KSRTCയിലേക്ക് കയറും. അതിൻ്റെ കാരണം ഇത് നമ്മുടെ കൂടി വണ്ടിയാണ് എന്നുള്ള ഒരു വിചാരമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഇത് നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്ക് ആവേശമുണ്ടാവും. പോലീസ് DGPമാരായിരുന്ന TP സെൻകുമാറും ഹേമചന്ദ്രനും ടോമിൻ തച്ചങ്കരിയും KSRTCയുടെ MDമാരായിരുന്നപ്പോൾ അവർ നന്നാക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ കിട്ടി. KSRTC നന്നാവുന്ന ലക്ഷണമുണ്ടായി. പക്ഷേ ഇത് വെള്ളാനയായി നിലനിർത്തുന്ന പാർട്ടിക്കാർക്കും യൂണിയൻകാർക്കും അത് നന്നാവുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരെ അട്ടിമറിച്ച് കളഞ്ഞു. ഇപ്പോഴിതൊരു മന്ത്രി KSRTCക്ക് കിട്ടിയിരിക്കുന്നു. നട്ടലുള്ള മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞതും ഉമ്മൻചാണ്ടിയോട് ചെയ്തതുമൊക്കെ നമുക്ക് എതിർപ്പുള്ളതാണ്. പക്ഷേ മന്ത്രി എന്ന നിലയിൽ കാര്യക്ഷമത ഗണേഷ് കുമാറിനുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കഴിഞ്ഞ ദിവസം മറുനാടൻ നൽകിയ അഭിമുഖത്തിൽ KSRTCക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എണ്ണി പറഞ്ഞിരുന്നു. ഈ KSRTC എങ്ങനെയാണ് നന്നാക്കിയെടുത്തത് മറുനാടൻ സ്പെഷ്യലിലെ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്, പോയി കണ്ടാൽ മതിയാവും. അങ്ങനെ ഗണേഷ് കുമാർ KSRTC ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ പണിയുമായി നേതാക്കൾ വരികയാണ്. നിയമസഭയിൽ ഇന്ന് നടന്നത് എന്താണെന്ന് നോക്കുക. KSRTC എങ്ങനെയാണ് താൻ നന്നാക്കിയതെന്നും ചുരുക്കി ഇന്ന് നിയമസഭയിൽ പറയുകയുണ്ടായി ഗണേഷ് കുമാർ. അതിന് അദ്ദേഹം ഒരു കാര്യം മാത്രം പറഞ്ഞു: അനാവശ്യമായ മത്സര ഓട്ടം അവസാനിപ്പിച്ചു. സ്വകാര്യ ബസ്സിനോട് മത്സരിച്ച് ഇടിച്ചു കയറി പോവുക, ആളെ കയറ്റാതിരിക്കുക. എന്നാൽ സ്വകാര്യ ബസ്സിനെ വളരെ കൃത്യമായി KSRTC തോൽപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുകയാണ്. ഈ നഷ്ടത്തിൽ പലപ്പോഴും ഓടിയിരുന്നതിൻ്റെ രഹസ്യം അങ്ങ് പറയാം, പരസ്യമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ മുന്നിൽ കയറി ഓടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സുകാർ വളരെ പുതിയ വണ്ടികളായിരിക്കും, അവർ മത്സരിച്ച് ഓടാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഡ്രൈവർമാർ അതിന് മത്സരിച്ച് ഓടാൻ തയ്യാറല്ല. മത്സരിച്ച് ഓടിയാൽ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു പോളിസി, ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു, ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ തലയ്ക്കൽ ഓടുന്ന പരിപാടി നമുക്ക് നിർത്താം. അവരൊരു ബിസിനസ്സാണ്, അവർ ടാക്സ് അടയ്ക്കുന്നവരാണ്, അവരത് നടത്തട്ടെ. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരും താമസിക്കുന്ന മലയോര മേഖലകളടക്കം പുതിയ ബസ് വാങ്ങിക്കൊണ്ട്, ചെറിയ ബസ് വാങ്ങി നമ്മൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കളക്ഷൻ വർദ്ധിച്ചു. ഈ കളക്ഷൻ വർദ്ധിച്ചതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ അനാവശ്യമായ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷന് പോകണ്ട എന്നുള്ള തീരുമാനമാണ്. അവരും പൈസ ഉണ്ടാക്കുന്നു, അവർ ടാക്സ് അടയ്ക്കുന്നു, അവർ ജീവിക്കുന്നു, നമ്മളൊരു സൈഡിൽ കൂടെ മുന്നേറുന്നു. നമുക്ക് അതിൻ്റെ നാഷണലൈസ് ചെയ്ത റൂട്ടുകളുണ്ട്.
ഒരു പ്രൈവറ്റ് ബസ്സോ ഒരു KSRTC ബസ്സോ ഒന്നും പോകാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന റൂട്ടുകളിലേക്ക് നമ്മൾ ഷിഫ്റ്റായി. കുറേ ലോക്കൽ റൂട്ടുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ നമുക്ക് ലോക്കൽ ബസ്സുകളിൽ നല്ല കളക്ഷൻ വരികയാണ്. അതിൽ അത്ഭുതകരമായ ഒരു കാര്യം, ഒരു കണക്കുണ്ട്. ആ കണക്കിൽ പറയുന്നത് ഒരു ബസ്സിൻ്റെ ഏണിങ്സ് പെർ കിലോമീറ്ററാണ്. 2021 ഒരു ബസ് 1 കിലോമീറ്റർ ഓടുമ്പോൾ നേടിയിരുന്നത് 34 രൂപ 62 പൈസയായിരുന്നു. 2022 ബസ് നേടുന്നത് 46.84 ആണ്. 2023 48.16 2024 48.46 2025 50.88 2026 ഇന്ന് വരെ 31 വരെ ഏതാണ്ട് 50.81 എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരാശരിയാണ് ഈ ഏണിങ്സ് പെർ കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏണിങ്സ് പെർ കിലോമീറ്റർ ആണ് സാർ. ഇത് അപ്പം തന്നെ പിണറായിക്ക് ക്ലിക്കായി. കൈയിട്ട് വാരുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഈ കൈയിട്ട് വാരാനുള്ള ഓപ്ഷൻ നഷ്ടപ്പെടുമ്പോൾ. പിണറായിക്ക് അപ്പോൾ തന്നെ ക്ലിക്കായി. ചാടി എണീറ്റ് ഒരു 1.5 മറുപടി, ഇതൊരു നയമല്ല, അങ്ങനെ ഇല്ല. ബഹുമാനായ മന്ത്രി പറഞ്ഞപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന സ്ഥലത്ത് ഈ KSRTC ബസ് ഓടാതിരിക്കുക അതൊരു നയമായിട്ട് പറയുന്ന പോലെ തോന്നി. അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസങ്ങളുണ്ടാക്കും. അൺഹെൽത്തി കോമ്പറ്റീഷൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്, അത് ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇന്ന് കേരളത്തിൽ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിലും KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം KSRTC ബസ്സുകൾ പിൻവലിക്കുക എന്നൊരു നയം നമ്മുടെ ഗവൺമെൻറ്റിന് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ആ തരത്തിലേക്ക് പോയാൽ അത് വിഷമായി മാറുന്നതുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത്. വാസ്തവത്തിൽ ഗണേശൻ പറഞ്ഞത് എന്താണ്? ഗണേശൻ ഒരിക്കലും പറഞ്ഞില്ല KSRTC സ്വകാര്യ ബസ്സുള്ളിടത്ത് ഓടില്ല എന്ന്. കാരണം സ്വകാര്യ ബസ്സുകൾ ഓടുന്നത് തിരക്കുള്ളിടത്താണ്, KSRTC അവിടെ തന്നെയാണ് ഓടുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ ഒരു തരത്തിലും സ്വകാര്യ ബസ്സിനോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ മത്സരം നടത്തി എന്തിന് സമയവും പണവും കളയുന്നു, പകരം KSRTC പുതിയ പുതിയ റൂട്ടുകൾ സ്വന്തമായി കണ്ടെത്തി ലാഭമുണ്ടാക്കുന്നു. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അനാവശ്യമായ മത്സര വോട്ടം കൊണ്ട് ഒന്നും നേടുന്നില്ല എന്ന് ചരിത്രം തെളിയിച്ചതാണ്. ഇത് പറഞ്ഞപ്പോൾ പിണറായിക്ക് കൊണ്ടു. കാരണം KSRTC എങ്ങാനും നന്നായി പോയാലോ, അതുകൊണ്ടാണ് പിണറായി തിരുത്തുമായി എത്തിയത്. കഷ്ടമെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? മാത്രമല്ല ഇവിടെ ഗണേശൻ പറഞ്ഞ ഒരു കാര്യം എടുത്ത് നമ്മൾ പറയേണ്ടത്. ഗണേശൻ പറഞ്ഞു അതാണ് പിണറായി ഒരുപക്ഷെ ചൊടിപ്പിച്ചത്. ഗണേശൻ പറഞ്ഞു സ്വകാര്യ ബസ്സുകാരും ലാഭത്തിന് വേണ്ടി ബിസിനസ് നടത്തുന്നവരാ, അവർ ടാക്സ് അടയ്ക്കുന്നവരാ, എന്തിനാ അവരെ ഉപദ്രവിക്കുന്നത്? ഇതാണ് പിണറായിയെ ചൊടിപ്പിച്ചത്. കാരണം പിണറായി CPM അടിസ്ഥാനപരമായി ഒരു മുതലാളിയും കാശുണ്ടാക്കാൻ പാടില്ല, ആ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പാർട്ടി ഉണ്ടാക്കിക്കോളാം എന്നതാണ് CPM നിലപാട്. നോക്കൂ, ഞാൻ എപ്പോഴും സഹതാപത്തോടുകൂടി സ്വകാര്യ ബസ് മുതലാളിമാരെ കാണുന്നതാണ്. സ്വകാര്യ ബസ് മുതലാളി എന്ന് പറഞ്ഞാൽ വലിയ മുതലാളിമാരെ അല്ല. പണ്ട് കോർപ്പറേറ്റ് സ്വകാര്യ ബസ് മുതലാളിമാരുണ്ട്, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എനിക്കൊന്ന് കുറേ ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്, 10, 20, 30 ബസ്സുകളുള്ളത്. റൂട്ടിലോടുന്ന ബസ്സുകൾ അത്രയേ ഉള്ളവരില്ല. 1, 2 ബസ്സുള്ള മനുഷ്യരാണ്. അവർ മിക്കവരും തന്നെ പഴയ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർമാരോ കണ്ടക്ടർമാരായിരിക്കും. അവർക്ക് അതാണ് പരിചയമുള്ള ഏറിയ. അതുകൊണ്ട് അവർ സ്വന്തമായി ലോൺ എടുത്തും അവരുടെ മിച്ചം വെച്ചും അവരൊരു വണ്ടി വാങ്ങും. അതിലെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ അവരും അവരുടെ കുടുംബത്തിൽപ്പെട്ട 2-3 പേരുമായിരിക്കും. 3-4 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. കൃത്യമായി 3 മാസം കൂടുമ്പോൾ 35,000 ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഡീസലിൻ്റെ ടാക്സ് കിട്ടുന്നുണ്ട്. അങ്ങനെ വലിയ തോതിൽ ഖജനാവിന് അവർ വരുമാനം ഉണ്ടാക്കി കൊടുക്കും. സമാന്തരമായി ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കും. പക്ഷെ എന്ത് ചെയ്യാൻ? മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവരെ ഉപദ്രവിക്കുന്നു, KSRTC അവരെ ഉപദ്രവിക്കുന്നു. അവർ നികുതി നൽകുന്നവരാണെന്ന് പോലും പരിഗണിക്കാതെ അവരുടെ പിന്നാലെ നടന്ന് വേട്ടയാടുകയാണ്. ഇത് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ സംരംഭകരെയും സംരക്ഷിക്കേണ്ടതുണ്ട്. കേരളം സംരംഭക ഫ്രണ്ട്ലി ആണെന്നാണല്ലോ പറയുന്നത്. എങ്കിൽ ഇവരെ എന്തുകൊണ്ടാണ് ഉപദ്രവിക്കുന്നത്? ഈ ഒരു വകതിരിവ് ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് ഉണ്ടായപ്പോൾ പിണറായി ചാടി ഇറങ്ങി തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. 1 രൂപ മുടക്കുന്നവരെ പിന്തുണയ്ക്കുക എന്നതായിരിക്കണം നല്ല സർക്കാർ ചെയ്യേണ്ടത്. എന്നാൽ പണം മുടക്കി ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് ഈ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്ന സ്വകാര്യ ബസ് ഉടമകളെ ശിക്ഷിക്കുകയാണ് അനാവശ്യമായി, അവരെ ഉപദ്രവിക്കാൻ അനാവശ്യമായി. അതേക്കുറിച്ച് മന്ത്രി പറഞ്ഞപ്പോൾ മന്ത്രിയെ ചാടി തിരുത്തുകയാണ് മുഖ്യമന്ത്രി. ഇതാണ് ഇവരുടെ സുതാര്യ ഭരണം. എങ്ങനെയെങ്കിലും ഖജനാവ് മുടിപ്പിച്ചാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നവർ വിശ്വസിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും?